പേരെന്താണ്? നിമ്മി. 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 അപ്പോൾ നിങ്ങൾ ഈ INA-യുടെ സെക്രട്ടറിയാണ്. ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ സെക്രട്ടറിയാണ്. അപ്പോൾ എത്ര ദിവസമായി ഇവിടെ ഇപ്പോൾ സമരത്തിലിരിക്കുന്നത്? 54ാമത്തെ ദിവസമാണ്. 54 ദിവസമായിട്ടും അധികൃതരിൽ നിന്നും, അതായത് ഉദ്യോഗസ്ഥരിൽ നിന്നും എന്തെങ്കിലും നടപടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു സഹായങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു 14ഓളം ചർച്ചകൾ നടന്നു. ഇന്ന് 15ാമത്തെ ചർച്ചയാണ്. അതൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കോ കാര്യങ്ങൾക്കോ അവർ നിൽക്കുന്നില്ല. അപ്പോൾ ഇനി എന്താണ്, എത്ര കാലം സമരം ചെയ്യാനാണ് തീരുമാനം? അനിശ്ചിതകാല സമരമാണ്. ഇത് എപ്പോൾ തീരുമാനമാവുന്നു അതുവരെ നമ്മൾ സമരത്തിലായിരിക്കും. അപ്പോൾ ഈ ജോലിയും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഡ്യൂട്ടി സമയം എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ 1:2 അങ്ങനെയൊക്കെ ആണല്ലോ. അതായത് മറ്റ് നഴ്സുമാരെ അവിടെ നിർത്തിയതിന് ശേഷം ഇവിടെ സമരം ചെയ്യണം. അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിനകത്ത് നഴ്സുമാരില്ല. അവിടെ ജോലി ചെയ്യുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റുമാരാണ്. രജിസ്ട്രേഷൻ ഇല്ലാത്ത നഴ്സിംഗ് അസിസ്റ്റന്റുമാരാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സുമാർ സമരത്തിലാണ്. ഇതിപ്പോൾ അതായത് ഒരുവിധം നഴ്സുമാർക്കൊക്കെ ഇപ്പോൾ സമരത്തിൽ, കഴിഞ്ഞ ഇടയ്ക്കൊക്കെ സമരത്തിൽ അവർക്ക് സാലറി കൂട്ടി. അപ്പോൾ അത് നിങ്ങളും നഴ്സുമാരാണ്, അവരും ചെയ്യുന്ന ഒരേ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതിപ്പം വൻകിട ഹോസ്പിറ്റലുകൾ, ചെറുകിട ഹോസ്പിറ്റൽ, അങ്ങനെ ഇതിന് മാനദണ്ഡമുണ്ടോ? അതായത് വൻകിട ഹോസ്പിറ്റലിൽ UNA എന്ന് പറഞ്ഞാൽ അവർ ഫെയർ വേസ് ആണ് ചോദിച്ചത്. നമ്മൾ ഫെയർ വേസ് അല്ല, നമ്മൾ 2017 പാസ്സാക്കിയ മിനിമം വേജസ് ആണ് ചോദിക്കുന്നത്. 2017 പാസ്സാക്കിയ മിനിമം വേജസ് 2026 കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മോശമായിട്ടുള്ള കാര്യമല്ലേ? ഇത്രയും വർഷമായിട്ട്, 8 വർഷമായിട്ട് ഒരു അതായത് ഗവൺമെന്റ് കരട് പ്രഖ്യാപിച്ചിട്ട് പോലും അതുപോലും തരാനൊരു തയ്യാറാവുന്നില്ല. അപ്പോൾ ഇനി എന്താണ് പോകാൻ വഴി? ഇപ്പോൾ കളക്ടറെ മുന്നാകെ ചർച്ച 12 മണിക്ക് വെച്ചിട്ടുണ്ട്. അതിലെന്താണോ തീരുമാനം ആവുന്നത്, പോസിറ്റീവായിട്ട് തീരുമാനം ആകുമെന്ന് വിചാരിക്കുന്നു. ആയിട്ടില്ലെങ്കിൽ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് എല്ലാ വസ്തുക്കൾക്കും വില കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ജീവിതം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. എല്ലാത്തിനും വില കൂടി. 8 വർഷമായിട്ട് ഒരു സ്ഥലത്ത് ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം സാലറി കൂട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അത് വലിയ മോശമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പം തന്നെയാണല്ലോ ഇത് 54ാമത്തെ ദിവസം. എല്ലാവരും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണുള്ളത്. ബസ്സിന് വരുന്ന ആൾക്കാരുണ്ട്, കുട്ടികളുടെ ആൾക്കാരുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ സമരത്തിന് മുന്നിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബക്കറ്റ് പിരിവ് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ബക്കറ്റ് പിരിവ് നമുക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സംഘടനയുടെ കാര്യങ്ങൾ നടക്കണം. നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് കുറേ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ റെന്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും നിങ്ങളുടെ ഈ ജോലി മതിയാവുന്നില്ല, അതാണോ? ഇല്ല, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി നമുക്ക് മതിയാവുന്നില്ല. അതായത് അത്രയും തുച്ഛമായ ഒരു വരുമാനമാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 600 രൂപ, 700 രൂപയ്ക്ക് താഴെ, അതായത് 600 രൂപ മുതൽ 700 രൂപയ്ക്ക് ഇടയിലാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? അതായത് ബംഗാളികൾക്ക് പോലും 1500 രൂപ ഡെയിലി കൂലിയില്ലെങ്കിൽ അവർ പണിയുന്നില്ല. അപ്പോൾ ഈ 700 രൂപയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത്? ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അതായത് 600 രൂപ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 500 രൂപയും കൊണ്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാൻ കഴിയുമോ? പണ്ടാണെങ്കിൽ ഒരു 500 രൂപയും കൊണ്ട് വാങ്ങിക്കുക, ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കായിരുന്നു. ഇപ്പോൾ 500 രൂപയും കൊണ്ട് ഒരു ദിവസത്തേക്കല്ല, ഒരു ദിവസം ജീവിക്കാൻ 500 രൂപ പറ്റില്ല. ആ സമയത്ത് ഈ 600 രൂപ തന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കുക? അപ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് അവസാനമായിട്ട് തീരുമാനിക്കുന്നത്? അവസാന തീരുമാനം കളക്ടറെ മുൻപാകെ ചർച്ച തീരുമാനം ആയിട്ടില്ലെങ്കിൽ നമ്മൾ അനിശ്ചിതകാലം തന്നെ രാപ്പകൽ സമരം അങ്ങനെ എന്തെങ്കിലും നടക്കും. അതാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും പിന്നോട്ടേക്കില്ല. ഇല്ല, പിന്നോട്ടേക്കില്ല. സമരത്തിൽ രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് മാത്രമേ പിന്നോട്ടേക്കുള്ളൂ.